കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അഖിൽ തൻ്റെ ഫ്രണ്ട്സിനെയും കൂട്ടി ഹരീഷിൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ്. ഉമ്മറത്തെ ചാരുകസേരയിൽ ഇരിക്കുകയായിരുന്ന ഭാസ്കരനും അവരുടെ വരവ് കണ്ട് ആ വരവ് അത്ര പന്തിയില്ലല്ലോ എന്ന് മനസ്സിൽ പറഞ്ഞ് ആരാ എന്ന് ചോദിക്കുകയാ. എന്താടോ കാരണവരെ, വീട്ടിൽ ആളില്ലേ എന്ന് അഖിൽ ചോദിക്കേ. ഉമ്മറത്ത് പുട്ടുകുറ്റി ഇരിക്കണ പോലെ ഇരിക്കണ എന്നെ കണ്ടിട്ട് എന്തിനെ കാണാണെന്ന് തോന്നുന്നില്ലടാ എന്ന് ഭാസ്കരനും ചോദിക്കുന്നുണ്ട്. കാരണവർക്ക് ഫോൺ പോയിട്ടില്ല. ഡോ കിളവാ, താനല്ലാതെ വീട്ടിൽ വേറെ ആരുമില്ലെന്നാ ചോദിച്ചേ എന്ന് അഖിൽ ചോദിക്കുന്നുണ്ട്. അതിന് നീ ആരാടാ വീട്ടിൽ കയറി വന്ന് മര്യാദ ഇല്ലാതെ സംസാരിക്കുന്നോ? നോൺസെൻസ്, കിളവൻ നിന്റെ അച്ഛൻ എന്ന് ഭാസ്കരനും. ഓ, അപ്പോൾ തനിക്ക് മര്യാദ വേണം. എന്നാ ശരി, ഞാൻ കുറച്ച് മര്യാദ അങ്ങ് പഠിപ്പിക്കാം. നിങ്ങളുടെ മോൻ മെക്കാനിക് ഇവിടെ ഇല്ലേ എന്നവൻ ചോദിക്കേ. വണ്ടി നേരേക്ക് കിട്ടാനാണെങ്കിൽ അങ്ങ് വർക്ക്ഷോപ്പിൽ പോയാൽ മതി, അതിനെന്തിനാ വീട്ടിൽ കയറി വരുന്നതെന്ന് ഭാസ്കരനും ചോദിക്കുകയാ. കിളവനിപ്പോഴും ആംബിയർ പോയിട്ടില്ല എന്നകിൽ പറയേ. ഇല്ല, പോയിട്ടില്ല. എന്തേ, ഇത്തിരി വേണോന്ന് ഭാസ്കരനും. എടോ, താൻ തന്റെ മോനെ വിളിക്കടോ എന്ന് പറഞ്ഞ് എടോ മെക്കാനിക്കേ ഇറങ്ങി വാടോ, ഇല്ലെങ്കിൽ ഞങ്ങൾ അകത്തേക്ക് കയറി വരുമെന്ന് വീടിനകത്തേക്ക് നോക്കി അഖിൽ പറയുന്നുണ്ട്. അത് കേൾക്കേ ഭാസ്കരനും ദേഷ്യത്തോടെ എഴുന്നേറ്റ് എടാ നീ കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട്, വെറുതെ എന്റെ കൈക്ക് പണിയുണ്ടാക്കരുത് കേട്ടോ എന്ന് പറഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങി ചെന്ന് എന്താടാ എന്ന് ചോദിക്കേ. ഡോ കിളവ, ഈ പ്രായത്തിലും കൂമ്പിന്നിട്ട് വാങ്ങാൻ നിൽക്കല്ലേ എന്നകിൽ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അപ്പോഴാണ് എന്താ കാര്യം, ആര് നിങ്ങളൊക്കെ എന്ന് ചോദിച്ച് സുഭാഷും സുധീഷും അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അഖിൽ അതിന് മറുപടി പറയാതെ ആ മെക്കാനിക് എവിടെ, അവനൊഴികെ എല്ലാവരും ഉണ്ടല്ലോ എന്ന് ചോദിക്കുക. ഈ കിഴങ്ങനെ പറഞ്ഞാലും മനസ്സിലാവില്ലേ എന്ന് ഭാസ്കരൻ ചോദിക്കേ. കാര്യം എന്താന്ന് സുഭാഷും. ഭാസ്കരനും എടാ കേടായ ബൈക്കും കൊണ്ട് നന്നൊക്കെ വന്നിരിക്കുക എന്ന് അവനോടായി പറഞ്ഞ് അഖിലിനോടായി പോയി വല്ല വർക്ക്ഷോപ്പിലും കൊണ്ട് കാണിക്കടാ, വീടിന്റെ ഉമ്മറത്ത് വന്നു നിന്ന് അവന്റെ ഒരു അഭ്യാസം എന്ന് പറയേടോ കിളവ മിണ്ടാതെ നിന്നോ എന്ന് പറഞ്ഞെങ്കിൽ ഭാസ്കരനു നേരെ വിരൽ ചൂണ്ടുകയാ. സുധീഷും അവനെ തടഞ്ഞ് നീ ആരടാ, നിനക്ക് എന്താ വേണ്ടേ എന്ന് ചോദിക്കേ. അപ്പൊ ഞാൻ ചോദിച്ചത് നിങ്ങൾ കേട്ടില്ലേ, ഇവിടുള്ള മെക്കാനിക് എവിടെ പോയിന്ന് അഖിൽ ചോദിക്കുന്നുണ്ട്. അതല്ലേടാ മരവന്റെ നിന്നോട് പറഞ്ഞത് അവൻ വർക്ക്ഷോപ്പിലാണെന്ന് എന്ന് അച്ഛനും. സുധീഷും ഡാ നിനക്ക് അവനെ കണ്ടിട്ട് കാര്യം എന്താ പറ, അവനും നീയും തമ്മിൽ എന്താ പ്രശ്നമെന്ന് സുധീഷ് ചോദിക്കേ. അവനെന്താ വെറുതെ ഇരിക്കാൻ പറ്റില്ലെന്നുണ്ടോ എന്ന് അഖിലും. എടാ കടുമ്പട്ടാ, അവൻ വെറുതെ ഇരുന്നാ നീ നിന്റെ അച്ഛനെ കൊണ്ടുവന്ന് ബൈക്ക് നന്നാക്കോ, ഇവനെന്താ പറഞ്ഞാലും മനസ്സിലാവില്ലേ എന്ന് ഭാസ്കരൻ ചോദിക്കേ. സുഭാഷും അല്ല നിങ്ങളൊക്കെ ആരാ, എന്താ വേണ്ടതെന്ന് വെച്ചാ പറ എന്ന് പറയുന്നുണ്ട്. അഖിലും ദേഷ്യത്തോടെ ആരാന്ന് മനസ്സിലാക്കി തരാൻ തന്നെയാ വന്നത് എന്ന് പറയേ. ആണോ എന്ന് മനസ്സിലാക്കി താ, കണ്ടിട്ട് മനസ്സിലാവാത്തോണ്ടല്ലേ ചോദിക്കണേ. ദേ ആരാ എന്ന് സുധീഷ് ചോദിക്കുക. സുഭാഷ് സുധീഷിനെ തടയുമ്പോഴേക്കും സുഭാഷ് ഏട്ടാ ചോദിച്ചിട്ട് പറയുന്നില്ലല്ലോ, സത്യം പറ, നിങ്ങൾ എന്തിനാ ഹരീഷിനെ കാണുന്നത് അത് പറ എന്ന് സുധീഷ് അഖിലിനോടായി ചോദിക്കേ. അവന് വെറുതെ ഇരിക്കാൻ പറ്റുമോ എന്ന് നേരിട്ട് ചോദിക്കാൻ വന്നതാ എന്ന് അഖിലും. അത് കേൾക്കേ ഭാസ്കരനും ഇവൻ ഇത് എവിടുത്തെ മാങ്ങാത്തലേനടാ, സ്വന്തമായി ജോലിയെടുത്ത് ജീവിക്കുന്ന എന്റെ മോനോട് നീ എന്തിനാടാ അവളെ വെറുതെ ഇരിക്കാൻ പറയുന്നേ എന്ന് ഭാസ്കരൻ ചോദിക്കേ. പണിയെടുത്ത് ജീവിക്കാനാണെങ്കിൽ മര്യാദയ്ക്ക് പണിയെടുത്ത് ജീവിക്കാൻ പറ, അല്ലാതെ പെണ്ണുങ്ങളെ വളയ്ക്കാൻ നടക്കരുത് എന്നകിൽ പറയുന്നത് കേൾക്കെ സുഭാഷും സുധീഷും ഭാസ്കരനുമെല്ലാം അമ്പരപ്പോടെ പരസ്പരം നോക്കുകയാ. അവൻ എന്തിനാ എന്റെ അനിയത്തിയുടെ പുറകെ നടക്കുന്നത് എന്നകിൽ ചോദിക്കേ. അതിന് നിന്റെ അനിയത്തി ആരാന്ന് പറയുന്നു സുധീഷും. നീതു എന്നവൻ പറയുന്നത് കേൾക്കെ എല്ലാവർക്കും കാര്യം മനസ്സിലാവുകയാ. ഓ, നീതുവിന്റെ ചേട്ടനാണോ എന്ന് സുഭാഷ് ചോദിക്കേ. ഏത്, ആ ഓട്ടോക്കാരൻ ചന്ദ്രന്റെ മോളോ എന്ന് അച്ഛൻ ചോദിക്കേ. അതെ എന്ന് സുഭാഷും പറയുകയാ. ഓ, ഇപ്പൊ ആളെ ഓർമ്മ വന്നു. പണ്ട് കടവത്ത് കഴുകാനിട്ടിരുന്ന എന്റെ ലോറിയിൽ കയറി ഹോൺ അടിച്ചതിന് നിന്റെ ചന്തക്കിട്ട് ഞാനൊരു പെട തന്നിരുന്നു, ഇപ്പൊ ആളെ മനസ്സിലായി. അല്ല, നീ എങ്ങ് നാടുവിട്ട് പോയതാണല്ലോ, തിരിച്ചു വന്നോ എന്ന് ഭാസ്കരൻ ചോദിക്കേ. എടാ ചോദിച്ചപ്പോഴേ ആദ്യം ഇതങ്ങ് പറഞ്ഞ പോരായിരുന്നോ, വെറുതെ വളവളന്ന് പറഞ്ഞോണ്ട്. ശരി, കാര്യം പറ, ഇപ്പൊ നീതുവിനെന്താ പറ്റിയത്, ഹരീഷിനെന്താ വേണ്ടേ എന്ന് സുധീഷ് ചോദിക്കേ. അവനൊന്നും വേണ്ട, ഇനി മേലിൽ അവളോട് സംസാരിക്കാണ്ടിരുന്നാ മതി എന്നകിലും പറയുകയാ. അത് കേട്ട് സുധീഷും അതെങ്ങനെയാടാ ശരിയാവുന്നേ, അവൾ അവന്റെ അടുത്ത് ചെന്ന് സംസാരിക്കുമ്പോ അവൻ തിരിച്ചു സംസാരിക്കാതിരിക്കുന്നത് മര്യാദ കേടല്ലേ എന്ന് സുധീഷ് ചോദിക്കേ. അല്ല, ഇത് നിന്റെ അച്ഛനോട് ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞതാണല്ലോടാ എന്ന് ഭാസ്കരനും പറയുന്നുണ്ട്. അഖിലും ദേഷ്യത്തോടെ ഇനി മേലാൽ അവൻ എന്റെ അനിയത്തിയോട് മിണ്ടരുത്. അത് കേട്ട് സുധീഷും എടാ അവൾക്ക് മിണ്ടാൻ തോന്നിയ ആൺകുട്ടി അവനായി പോയതിന് എന്ത് ചെയ്യാനാണെന്ന്, എന്റെ അനിയനെ കണ്ടപ്പോഴേ അവൾ അങ്ങ് വല്ലാണ്ട് മോഹിച്ചു പോയി കാണും, അതാ എന്ന് സുധീഷ് പറയേ. ദേ അവളെപ്പറ്റി അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ എന്നകിലും താക്കീതോടെ പറയുകയാ. എടാ, സ്വന്തം പെങ്ങളെ നിലക്കി നിർത്താൻ പറ്റിയില്ലെങ്കിൽ വല്ലയിടത്തും വന്നുള്ള ബഹളം വെക്കേണ്ടത്. എന്റെ മോനെന്താ നിന്റെ വീട്ടിൽ കയറി വന്ന് നിന്റെ അനിയത്തിയെ പുറത്തേക്ക് കൈപിടിച്ച് നിർത്തിയാണോ സംസാരിക്കുന്നത്? അല്ലല്ലോ, പോയി നിന്റെ അനിയത്തിയോട് പറ അവനോട് മിണ്ടണ്ടാന്ന് എന്ന് ഭാസ്കരൻ പറയേ. അതേ, ഇയാളുടെ അനിയത്തിക്ക് ഹരീഷിനെ ഇഷ്ടമാ, അതാ കുട്ടി ഇവിടെ വന്നും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ അനിയനും അവളെ ഇഷ്ടമാണ്, ഇനി നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ നമുക്ക് എന്ന് സുഭാഷ് പറഞ്ഞു തരുമ്പോഴേക്കും
ഓ, നിങ്ങളെന്താ കല്യാണം ആലോചിക്കുകയാണോ എന്നകിൽ ചോദിക്കേ. അതെ എന്ന് സുഭാഷും. എന്നിട്ട് ഞാൻ അവളെ ഈ വീട്ടിലേക്ക് കെട്ടിച്ചയക്കണം. ഈ വീട്ടിലേക്ക്, ഇടിഞ്ഞു പൊളിഞ്ഞ് നിലം പൊത്താറായ ഈ വീട്ടിലേക്ക് അല്ലേ? അല്ലെങ്കിൽ ഇതൊക്കെ ഒരു വീടാണോടോ? നാട്ടിൽ ഇതിന് പറയുന്നത് എന്താണെന്നറിയോ? 5 ആണുങ്ങൾ താമസിക്കുന്ന ലോഡ്ജ് എന്ന. പിന്നെ നല്ല പേരുമാണല്ലോ. ഈ വീട്ടിലേക്ക് ഞാൻ എൻ്റെ അനിയത്തിയെ കെട്ടിച്ചയക്കണം അല്ലേ? എന്ത് ധൈര്യം ഉണ്ടായിട്ടാടാ നീ എന്റെ അനിയത്തിയെ പെണ്ണ് ചോദിച്ചത്? അടിച്ചു തല പൊളിക്കണം നിന്റെയൊക്കെ എന്ന് കൈയൊങ്ങിക്കൊണ്ട് അഖിൽ പറയേ. സുധീഷും ദേഷ്യത്തോടെ എന്ന് അടിക്കട നീ എന്ന് പറഞ്ഞ് അവനെ തള്ളി മാറ്റി അവന്റെ കാരണത്തൊന്ന് കൊടുക്കുന്നുണ്ട്. അവർ തമ്മിൽ അടിപിടി ആവുമ്പോഴേക്കും സുഭാഷേട്ടൻ ചെന്ന് പിടിച്ചു മാറ്റുകയാ. സുധീഷും വെല്ലുവിളിക്കുന്നുണ്ട്. ഡാ, നിന്റെ അനിയത്തിക്ക് എന്റെ അനിയനെ ഇഷ്ടമാണെങ്കിൽ അവരുടെ കല്യാണം ഞങ്ങൾ നടത്തുമടാ. നിന്നെ കൊണ്ട് തടുക്കാൻ പറ്റുമെങ്കിൽ നീ തടുക്കെന്ന്. അത് കേട്ട അഖിലും ദേഷ്യത്തോടെ, കല്യാണോ ഈ വീട്ടിലേക്കോ? അവൾ ഇങ്ങനൊരു വീട്ടിലേക്ക് കയറി വരുമെന്ന് വിചാരിക്കാണോ നീ? ഈ വീടിനെ കുറിച്ച് ആരെങ്കിലും നല്ലത് പറയുന്നുണ്ടോടാ? ഈ നാണം കെട്ട സ്ഥലത്ത് എന്റെ അനിയത്തി വാഴണം അല്ലേടാ? നടന്നത് തന്നെ. ഇനി ഒരു തവണ കൂടി നിന്റെ അനിയൻ എന്റെ അനിയത്തിയോട് സംസാരിക്കുന്നത് കണ്ട അവന്റെ കയ്യും കാലും നേരെ നിൽക്കില്ല, ഓർത്തോ എന്നകിൽ ഭീഷണിപ്പെടുത്തുകയാ. അവന്റെ നേരെ ചെല്ലുന്ന സുധീഷിനെ സുഭാഷ് ഏട്ടൻ പിടിച്ചു നിർത്തുമ്പോഴേക്കും സുധീഷും വിളിച്ച് പറയുന്നുണ്ട്, എങ്കി വാടാ, നീ അവന്റെ രോമത്തിൽ പോലും തൊടാൻ പോകുന്നില്ല. അവന്റെ 7 അയലത്തെങ്ങാനും നീ ചെന്നറിഞ്ഞ കയ്യും കാലും ഒടിയാൻ പോകുന്നത് ആരുടേതാണെന്ന് നീ അറിയും. കേട്ടോടാ, വിളിച്ചിറക്കിക്കൊണ്ട് പോടാ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും കയ്യിലൊരു വടിക്കഷ്ണവുമായി അങ്ങോട്ട് വന്ന് ഭാസ്കരനും, എടാ പറഞ്ഞത് കേട്ടില്ലേ? ഇനി എന്തിനാടാ ഇവിടെ നിൽക്കുന്നേ? അതുകൊണ്ട് പിള്ളേര് ചെല്ലേ പോടാ എന്ന് ഭാസ്കരൻ വിളിച്ച് പറയേ. നിങ്ങളുടെ അനിയനായിട്ട് അവസാനിപ്പിച്ച അവൻ അത് കൊള്ളാം എന്ന് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുക അഖിലും. ഇതേ വാചകം നീ പോയി നിന്റെ പെങ്ങളോട് പറ. പോടാ, ചെല്ലടാ എന്നവരെല്ലാരും കൂടി പറയേ. അഖിലും കൂട്ടരും അവരുടെ വണ്ടിയെടുത്ത് പോവുകയാ. അവിടെ സുധീഷും നിധിയും ഡിവോഴ്സിന്റെ കാര്യം സംസാരിക്കാനായി അഡ്വക്കേറ്റിന്റെ മുന്നിലെത്തുകയാ. ഞാൻ വിളിച്ചിരുന്നു എന്ന് നിധി പറയേ. നിധിയല്ലേ എന്ന് വക്കീലും. അതെ മേഡം എന്നവൾ പറയേ. ഒരു ചിരിയോടെ സുധീഷിനെ നോക്കി, ഹസ്ബൻഡ് അല്ലേ എന്നവർ ചോദിക്കുന്നുണ്ട്. ആകെ ടെൻഷനോടെ ഇരിക്കുകയായിരുന്നു സുധീഷും. അതെ എന്ന് നിധി പറയേ. കല്യാണം കഴിഞ്ഞിട്ടിപ്പോ എന്ന് വക്കീലും ചോദിക്കുന്നുണ്ട്. 5 മാസം എന്ന് നിധി പറയേ. ലവ് മാരേജോ അതോ എന്നവർ ഒരു ചിരിയോടെ ചോദിക്കേ. ഡിവോഴ്സിന് അപ്ലൈ ചെയ്യണം മാഡം എന്ന് നിധി. മ്യൂച്വൽ പെറ്റീഷൻ ആണോ എന്നവർ ചോദിക്കേ. അതെ മാം, 2 പേരും ചേർന്നുള്ള അപേക്ഷയാ എന്ന് നിധി പറയേ. ഡിവോഴ്സ് വാങ്ങുന്നതിന് എന്താ റീസൺ എന്നവരും ചോദിക്കുക. ഞങ്ങൾക്ക് 2 പേർക്കും ഒത്തൊരുമിച്ച് പോവാൻ പറ്റില്ല മാം, അതാണ് കാരണമെന്ന് നിധിയും. ഒത്തുപോകാത്തത് എന്തൊക്കെ കാരണങ്ങളിലാണെന്ന് അറിയേണ്ടത് എന്നവർ ചോദിക്കേ. ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്തോണ്ടാ മാം എന്ന് നിധിയും. എനിക്ക് മനസ്സിലായി, പക്ഷേ കോടതിയിൽ പറയാൻ ഒരു കാരണം വേണ്ടേ എന്നവർ ചോദിക്കേ. ഞങ്ങളിൽ ആരെങ്കിലും എതിർത്താലല്ലേ കാരണം വേണ്ടോ? ഞങ്ങൾ ഒരുമിച്ച് അപേക്ഷിക്കുന്നേ എന്ന് നിധിയും. ശരി, അങ്ങനെയാണെങ്കിലും ഉടനെ ഡിവോഴ്സ് അനുവദിച്ചു തരില്ല. കൗൺസിലിങ്ങിന് പോവാനേ പറയൂ. അവിടെ വെച്ച് നിങ്ങളോട് കാരണം ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാരണം പറയേണ്ടി വരില്ലേ എന്ന് നിധിയോടായി ചോദിച്ച് സുധീഷിനോടൊന്ന് പുറത്തിരിക്കാനായി പറയുന്നുണ്ടവർ. സുധീഷ് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോഴേക്കും, മാം, ഒരു പ്രത്യേക സാഹചര്യത്തിൽ നടന്ന കല്യാണമാണ് ഞങ്ങളുടേത് എന്ന് നിധി പറയേ. വീട്ടുകാര് ഫോഴ്സ് ചെയ്തിട്ടാണോ എന്ന് മാഡവും ചോദിക്കുക. അല്ല മാം, ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ എനിക്ക് പറ്റില്ല. വളരെ യാദൃശ്ചികമായിട്ടാണ് അത് നടന്നത്. ഞങ്ങൾ പോലും അത് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. ഒരുമിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല മാം. പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷേ ഒരുമിച്ച് ജീവിക്കാനുള്ള കാരണങ്ങളും ഞങ്ങളുടെ മുന്നിലില്ല. പരസ്പരം ഇഷ്ടപ്പെട്ടിട്ടോ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചോ വീട്ടുകാരൻ നിശ്ചയിച്ചോ ഒന്നുമല്ല ഇത് നടന്നത് എന്നവൾ പറയെ. സംശയത്തോടെ എന്നുവെച്ചാ എന്ന് വക്കീലും. ആഗ്രഹിക്കാതെ പ്രതീക്ഷിക്കാതെ നടന്ന ഒരു അപകടമാവാം ഞങ്ങളുടെ കല്യാണം. ഇനിയും ഇതിൽ തുടരാൻ വയ്യ. ഡിവോഴ്സ് കിട്ടിയാൽ 2 പേർക്കും ഫ്രീ ആയി അവരവരുടെ വഴിയെ പോവാം. പ്ലീസ് എങ്ങനെയെങ്കിലും ഡിവോഴ്സ് വാങ്ങിത്താ എന്ന് നിധി പറയേ. ഞാൻ സുധീഷിനോടൊന്ന് സംസാരിക്കട്ടെ. കൂട്ടിപ്പോയി അയാളോട് വരാൻ പറയായെന്ന് അവർ പറയേ. ശരിയെന്ന് പറഞ്ഞ് നിധിയും പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. അവിടെയാകെ ടെൻഷനോടെ ഇരിക്കുകയായിരുന്നു സുധീഷും. നിധി അങ്ങോട്ട് ചെന്ന് വക്കീൽ വിളിക്കുന്നുണ്ട്, ചെല്ല് എന്ന് പറയേ. എന്തായിന്ന് അവനും ചോദിക്കുക. എന്താ കാരണം എന്ന് ചോദിച്ചോ. ആരെങ്കിലും ഫോഴ്സ് ചെയ്ത് കല്യാണം കഴിപ്പിച്ചതാണോ എന്നും ചോദിച്ചു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ കല്യാണം കഴിച്ചു പോയതാണെന്ന് ഞാനും പറഞ്ഞു. ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു കാരണവും ഇല്ലാത്തതിനാൽ ഡിവോഴ്സ് വേണമെന്നും പറഞ്ഞു എന്നവൾ പറയേ. അങ്ങനെയാണോ പറഞ്ഞത് എന്ന് സുധീഷും ചോദിക്കുക. അതല്ലേ ശരി. കല്യാണം നടക്കാനുണ്ടായ സാഹചര്യമൊന്നും ഇവിടെ പറയണ്ട. ഡിവോഴ്സ് വേണമെന്ന് മാത്രം പറഞ്ഞാൽ മതി, ചെല്ല് എന്നവൾ പറയേ. അത് സംബന്ധിച്ച് ഒരു നെടുവീർപ്പിട്ടുകൊണ്ട് സുധീഷും എഴുന്നേറ്റ് പോവുകയാണ്. അവൻ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും ഇരിക്കാനായി പറഞ്ഞ്, എന്താ 2 പേരുടെയും പ്രശ്നമെന്നവർ ചോദിക്കുന്നുണ്ട്. ഏയ്, ഒരു പ്രശ്നവുമില്ല മാം എന്ന് സുധീഷ് പറയേ. ഒരുമിച്ച് ജീവിക്കാൻ ഒരു കാരണവും ഇല്ലെന്നാണല്ലോ വൈഫ് പറഞ്ഞത്. എന്താണ് റീസൺ എന്ന് കോടതിയിൽ പറയണമെന്നില്ല, പക്ഷേ എന്നോട് പറഞ്ഞ കേസ് പ്രൊസീഡിങ്സിന് എനിക്കത് ഉപകാരമാവും. നിങ്ങൾ യങ് ആണ്, ഒരു പ്രശ്നവും ഇല്ല എന്നും പറയുന്നു. പിന്നെ എന്താണ് എക്സാക്ട് റീസൺ എന്ന് അവർ ചോദിക്കേ. എനിക്കല്ല മാഡം ഡിവോഴ്സ് വേണ്ടത്, നിധിക്കാണ് എന്ന് സുധീഷ് പറയുന്നുണ്ട്. നിധിക്ക് നിങ്ങളെ ഇഷ്ടമല്ലെന്നാണോ അതോ വേറെ വല്ല കാരണവുമുണ്ടോ എന്നവർ ചോദിക്കേ. ഏയ്, അങ്ങനൊന്നുമില്ല മാഡം. ഞങ്ങളുടെ കല്യാണം പ്രതീക്ഷിക്കാതെ നടന്നതാണേ. പക്ഷേ എനിക്കവളെ ഒരുപാട് ഇഷ്ടമാ മാഡം. ഒരുമിച്ച് ജീവിക്കണമെന്നുമുണ്ട്. പക്ഷേ നിധിക്ക് അത് ഇഷ്ടമല്ല മാഡം. അതുകൊണ്ടാ അവൾക്ക് ഡിവോഴ്സ് വേണമെന്ന് പറയുന്നത്. അത് വേണ്ടെന്ന് പറയാൻ എനിക്ക് പറ്റൂല
എന്നവൻ ടെൻഷനോടെ പറയേ ഇതൊക്കെ നേരിട്ട് സംസാരിച്ചൂടെ എന്നവർ ചോദിക്കുക. ഞാൻ പറഞ്ഞാലൊന്നും നിധി കേൾക്കൂല മാഡം, ഡിവോഴ്സ് കിട്ടിയേ അടങ്ങുന്നുള്ള വാശിയില്ല അവള് എന്ന് സുധീഷ് പറയേ. അപ്പോൾ ഞാൻ ഡിവോഴ്സ് പ്രൊസീഡ് ചെയ്യണോ അതോ നിങ്ങൾ രണ്ടുപേരും സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തോ എന്നവർ ചോദിക്കുക. സുധീഷും ടെൻഷനോടെ ഒരു നിമിഷം ആലോചിച്ചിരുന്ന് അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തൂല മാഡം, മാഡം പ്രൊസീഡ് ചെയ്തോ എന്നവൻ ടെൻഷനോടെ പറയുക. ഓക്കെ, ഐ വിൽ ഡു ഇറ്റ്. താൻ ആ കുട്ടിയെ വിളിച്ചോണ്ട് പോയെന്നവർ പറയേ. സുധീഷ് നിധിയെ വിളിക്കാനായി പോവുകയാണ്. പിന്നീട് അവർ രണ്ടുപേരും അങ്ങോട്ട് വന്നിരിക്കുമ്പോഴേക്കും രണ്ടുപേരുടെയും ID പ്രൂഫ് ചോദിക്കുന്നുണ്ട് വക്കീൽ. അവരതെടുത്തു കൊടുക്കുമ്പോഴേക്കും അതിന്റെ ഫോട്ടോ മൊബൈലിലെടുത്ത് അത് തിരിച്ചു കൊടുക്കുകയാണ്. പിന്നീട് ഒരു ഫോം കൊടുത്ത് രണ്ടുപേരോടും അതിൽ സൈൻ ചെയ്യാനായി പറയുകയാണ്. നിധി സന്തോഷത്തോടെ അതിൽ സൈൻ ചെയ്ത് സുധീഷിന് നൽകെ. സുധീഷ് ടെൻഷനോടെ അവളെ നോക്കുകയാണ്. ഇടയെന്ന് അവൾ പറയേ. അവനും ടെൻഷനോടെ അതിൽ സൈൻ ചെയ്യുകയാണ്. ഓക്കെ, ഞാൻ ഡോക്യുമെന്റ്സ് എല്ലാം റെഡിയാക്കിയിട്ട് വിളിക്കാം, അപ്പോൾ വന്നാൽ മതി എന്നവർ പറയേ. ഫീസിന്റെ കാര്യം നിധി ചോദിക്കുക. ഡോക്യുമെന്റ്സ് റെഡിയാക്കിയിട്ട് പറയാം പോരെ എന്ന് വക്കീൽ ചോദിക്കുക. ശരിയെന്ന് സമ്മതിച്ച് അവർ എഴുന്നേറ്റ് പോവുകയാണ്. പിന്നീട് അവർ രണ്ടുപേരും പുറത്തിറങ്ങി നടന്നു വരുമ്പോഴാണ് ഒരു ചാനലുകാർ അവരെ സമീപിക്കുന്നത്. അവരെ കണ്ട് സന്തോഷത്തോടെ നിങ്ങളോ എന്ന് സുധീഷ് ചോദിക്കുക. അറിയോ എന്നവർ ചോദിക്കുക. നീലക്കുറിഞ്ഞി ചാനലല്ലേ നിധി? ഇത് നീലക്കുറിഞ്ഞി ഓൺലൈൻ ചാനലാ എന്ന് നിധിയോടായി പറയുന്നുണ്ട് സുധീഷ്. ഇപ്പോൾ 10 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയി കാണുമല്ലേ എന്ന് സുധീഷ് ചോദിക്കേ. യെസ് എന്നവളും. ഞാൻ നിങ്ങളുടെ എല്ലാ വീഡിയോസും കാണാറുണ്ട് കേട്ടോ, വെരി ഫണ്ണി എന്ന് സുധീഷ് പറയേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്നവൾ ചോദിക്കുന്നുണ്ട്. പിന്നല്ലാതെ ബെൽ ബട്ടണും അമർത്തി വെച്ചിട്ടുണ്ട് എന്നവൻ സന്തോഷത്തോടെ പറയേ. അവരുടെ ആങ്കറും സന്തോഷത്തോടെ ഗൈസ് നമുക്കൊരു സബ്സ്ക്രൈബറെ കിട്ടിയിട്ടുണ്ട്, താങ്ക് യു എന്ന് സുധീഷിനോടായി പറഞ്ഞ് നിങ്ങൾ കപ്പിളല്ലേ എന്ന് ചോദിക്കുക അവൾ. സുധീഷും അത് സമ്മതിച്ച് അതെ കപ്പിൾസ് ആണ് എന്ന് പറയേ. നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ, നിങ്ങൾ തമ്മിലുള്ള കോമ്പറ്റബിലിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കാലോ എന്നവൾ പറയേ. ചോദിച്ചോളൂ എന്ന് സുധീഷും. അതൊന്നും വേണ്ടെന്ന് നിധി തടയേ. ഫൺ ആയിരിക്കും മാം, സീരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല, ജസ്റ്റ് ഫ്യൂ ക്വസ്റ്റ്യൻസ് മാത്രം എന്നവൾ പറയേ. നിധി കുഴപ്പമില്ല എന്ന് സുധീഷും പറയുന്നുണ്ട്. തുടങ്ങാം എന്ന് ചോദിച്ച് അവളും ക്വസ്റ്റ്യൻ ചോദിക്കാനായി തുടങ്ങുക. ബ്രോയുടെ പേരെന്താ എന്നവൾ ചോദിക്കേ. സുധീഷ്. ലവ് മാരേജ് ആണോ എന്നവൾ വീണ്ടും ചോദിക്കേ. നിധിയൊന്നും നോക്കി പരങ്ങളോടെ ലവ് മാരേജ് ആണ്. ലവ് മാരേജ് അല്ല, നിങ്ങൾക്ക് എന്തോ ചോദിക്കണമെന്ന് പറഞ്ഞില്ലേ, അത് ചോദിച്ചോളൂ എന്ന് സുധീഷും. ഓക്കെ ബ്രോ എന്നവനോടായി പറഞ്ഞ് നമുക്ക് സുധീഷ് നിധി കപ്പിൾസിന്റെ കോമ്പറ്റബിലിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കാം, രണ്ടുപേരും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാലോ എന്ന് ക്യാമറയെ നോക്കി പറഞ്ഞ് സുധീഷിനോടും നിധിയോടുമായി സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. നിധിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാന്ന് സുധീഷിനോട് ചോദിക്കുക. ബ്ലൂ എന്ന് സുധീഷ് പറയേ. കറക്റ്റ് ആണോ മാം എന്ന് നിധിയോടായി ചോദിക്കുന്നുണ്ട്. കറക്റ്റ് ആണെന്ന് നമ്മൾ പറയേ. ഓക്കെ, നിധിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാന്ന് സുധീഷിനോട് ചോദിക്കുന്നുണ്ട്. മിക്കവാറും എല്ലാ ഫുഡും ഇഷ്ടമാണ്, എന്നാലും നോൺ വെജില് ചിക്കൻ, വെജില് സാമ്പാറും പൊട്ടറ്റോ ഫ്രൈയും ഇതൊക്കെ വലിയ ഇഷ്ടമാണെന്ന് സുധീഷ് പറയേ. ഈസ് ഇറ്റ് റൈറ്റ് എന്നവൾ ചോദിക്കുന്നുണ്ട്. അതെ എന്ന് നിധിയും. ഇഷ്ടപ്പെട്ട ആക്ടർ എന്ന അടുത്ത ചോദ്യം ചോദിക്കേ. സുധീഷും പറയുന്നുണ്ട് കുട്ടിക്കാലത്ത് ദിലീപേട്ടനായിരുന്നു ഭയങ്കര ഇഷ്ടം, ഇപ്പോൾ ഫഫയാണെന്ന്. കറക്റ്റ് ആണോ മാം എന്നവൾ ചോദിക്കേ. അതെ കറക്റ്റ് എന്ന് നിധിയും. അങ്ങനെ അവർ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. എല്ലാം കഴിഞ്ഞവളും ഓക്കെ സൂപ്പർ, വൈഫിനെ പറ്റി ഇങ്ങനെ ഒരു ഔട്ട് അറിയാലോ. ഇന്ന് എല്ലാ ചോദ്യത്തിനും കറക്റ്റായി ഉത്തരം പറഞ്ഞ നമ്മുടെ ഹസ്ബൻഡ് ബ്രോയാണ് സൂപ്പർ. നിധി യു ആർ സോ ലക്കി, നൗ യുവർ ടേൺ എന്നവൾ പറയുന്നത് കേട്ട് ഒരു പരുങ്ങലോടെ അല്ല ഞാൻ എന്ന് നിധിയും. സാരമില്ല, മനസ്സിൽ തോന്നിയത് പറഞ്ഞാൽ മതിയെന്ന് സുധീഷും പറയുന്നുണ്ട്. ഫസ്റ്റായി അവൾ കളർ ചോദിക്കേ. റെഡ് എന്ന് നിധിയും. ആണോ എന്നവൾ സുധീഷിനോടായി ചോദിക്കേ. അല്ല, എനിക്ക് ബ്ലാക്ക് കളറാണ് ഇഷ്ടം. റീസെന്റ് ആയിട്ട് എനിക്കൊരു റെഡ് കളർ ഷർട്ട് മേടിച്ച് തന്നായിരുന്നേ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടാവുകയും ചെയ്തു. അതാ നിധി അങ്ങനെ പറഞ്ഞെന്ന് സുധീഷും പറയുന്നുണ്ട്. ഫുഡ് എന്നവൾ ചോദിക്കേ. അത് എല്ലാം ഇഷ്ടമാണ്, ഫിഷ് ആണ് കൂടുതൽ ഇഷ്ടമെന്ന് തോന്നുന്നുവെന്ന് നിധി പറയേ. ആണോ എന്നവൾ സുധീഷിനോടായി ചോദിക്കുന്നുണ്ട്. എനിക്ക് ഫിഷ് അത്ര ഇഷ്ടമല്ല, ഏറ്റവും ഇഷ്ടം ബീഫാണ്. ബീഫ് വീട്ടിലെപ്പോഴും അങ്ങനെ ഉണ്ടാക്കാറില്ലേ, അതുകൊണ്ടാ എനിക്ക് ഫിഷ് ഇഷ്ടമാണെന്ന് പറഞ്ഞത് എന്ന് സുധീഷ് പറയേ. ആഹാ, വൈഫ് തെറ്റ് പറഞ്ഞാലും സുധീഷിന് അതിനൊരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ടല്ലോ എന്ന് ചോദിച്ച് വഴക്കിട്ട ആദ്യം സോറി പറയുന്നത് ആരാണെന്ന് അവൾ ചോദിക്കുന്നുണ്ട് നിധിയോട്. അത് സുധീഷ എന്ന് നിധി പറയേ. അത് എന്ന് സുധീഷും സമ്മതിക്കും. ആരാണ് ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്നതെന്ന് നിധിയോടായി ചോദിക്കേ. അത് ഞാനാണെന്ന് നിധി. സുധീഷും അത് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അവർ വീണ്ടും ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. എല്ലാം കഴിഞ്ഞ് അപ്പൊ ശരി 2-3 ചോദ്യങ്ങൾക്കെതിരെ ബാക്കി എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കൃത്യമായിരുന്നു. തെറ്റായ ഉത്തരങ്ങൾ പോലും മറ്റുള്ളവർക്ക് മുന്നിൽ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് ഈ ബ്രോ കാണിച്ചു തന്നു. എനിവേ കൺഗ്രാസ് ടു ദം. നീലക്കുറിഞ്ഞി ചാനലിന്റെ വക ഒരു ചെറിയ സമ്മാനമുണ്ട് എന്ന് പറഞ്ഞവർക്കൊരു ബൊക്കെ സമ്മാനമായി നൽകുകയാ. അവർ രണ്ടുപേരും ഒന്നിച്ചത് വാങ്ങുമ്പോഴേക്കും എന്നാ ശരി ബ്രോ കാണാം എന്ന് പറഞ്ഞ് അവർ നടന്നു നീങ്ങുകയാ. അവർ പോയി കഴിയുമ്പോഴേക്കും നിധിയും അണ്ടർസ്റ്റാൻഡിങ് കപ്പിളാണ് അത്രേ. ഇവരൊക്കെ എന്ത് നോക്കിയാ തീരുമാനം പറയുന്നേ എന്ന് ചോദിക്കേ. അല്ല
ഞാൻ വേണമെങ്കിൽ അവരെ വിളിച്ച് നമ്മൾ ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിട്ട് വരുവാണെന്ന് പറയാം. വേണോ പറയട്ടെ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. ഏയ് സുധീഷിന് എന്താ ഭ്രാന്തുണ്ടോ, എന്തിനത് പറയുന്നേ എന്ന് നിധി ചോദിക്കേ. അതല്ലേ സത്യം എന്ന് സുധീഷും. അവർക്ക് നല്ല കണ്ടന്റ് ആവും, നമ്മൾ അങ്ങ് വൈറലാവുകയും ചെയ്യും എന്ന് സുധീഷ് പറയേ. നമ്മുടെ കാര്യം നമ്മുടെ ഇടയിൽ തന്നെ നിന്നാ മതി, വേറെ ആരോടും പറയണ്ട. അല്ല എനിക്കിതൊക്കെ ഇഷ്ടമെന്ന് സുധീഷിന് എങ്ങനെ മനസ്സിലായി എന്ന് നിധി ചോദിക്കേ. അല്ല ഒരുമിച്ച് ഒരു വീട്ടിൽ ജീവിക്കുന്നതല്ലേ, ഇതൊക്കെ അറിയാതിരിക്കോ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു ഗസ്സാ, ഞാനും പറഞ്ഞില്ലേ എന്നവൾ ചോദിക്കേ. പറഞ്ഞത് മുഴുവൻ തെറ്റായിരുന്നല്ലോ എന്ന് സുധീഷും പറയുന്നുണ്ട്. ചിലർക്കൊരു ഫ്ലോയിൽ ഇതൊക്കെ അങ്ങ് സംഭവിക്കും എന്ന് നിധി പറയേ. ആയിക്കോട്ടെ, പക്ഷേ ഫ്ലോയിലാണെങ്കിലും ഞാൻ പറഞ്ഞതൊക്കെ കറക്റ്റ് ആയില്ലേ, എനിക്കത് മതിയെന്ന് സുധീഷ് സന്തോഷത്തോടെ പറയേ. ശരി വാ പോവാം എന്ന് പറഞ്ഞ് ആ ബൊക്കെ നിലത്തേക്ക് വലിച്ചെറിഞ്ഞ് അവൾ നടന്നു നീങ്ങുകയാണ്. അതും നോക്കി ടെൻഷനോടെ നിൽക്കുന്ന സുധീഷിനെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അഖിൽ വീട്ടിലെത്തി ബഹളമുണ്ടാക്കിയ കാര്യം ഹരീഷിനെ അറിയിക്കുന്നതാണ് അടുത്ത എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സുധീഷും അമ്പരപ്പോടെ ഇന്നോ എന്ന് ചോദിക്കേ. അതെ